നന്ദേട്ടൻ ഇപ്പോ ഇസബലയ്ക്കൊപ്പം ഉണ്ട്. അവര് കുറച്ച് ദൂരെയാ. ഇന്നലെ മുതൽ അവരൊരുമിച്ചാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവളോ തലതിരിഞ്ഞു. ബാക്കി എല്ലാരും ആ വഴിക്ക് നടക്കുന്നെന്ന് പറഞ്ഞുണ്ടാക്കണം. അതിനു വേണ്ടിയാ. അല്ലമ്മേ, ശാരിക പറഞ്ഞത് സത്യാവും. നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? അപ്പം തിന്നാ പോരെ, കുഴിയെണ്ണുന്ന എന്തിനാ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അറിഞ്ഞ പോരെ. നന്ദേട്ടൻ ഇസബല്ലയ്ക്കൊപ്പം ഉണ്ട്. എന്റെ സ്പൈ വർക്കിലൂടെ ഞാൻ കണ്ടുപിടിച്ചതാ. അധികാരമുള്ള ചേച്ചിക്ക് കഴിയാത്ത പലതും നിങ്ങൾ അവഗണിച്ചിരിക്കുന്ന എനിക്ക് സാധിക്കുന്നു. മനസ്സിലായല്ലോ? മാധവേട്ടാ, മതി. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചന്ദ്രോത്ത് ചെന്ന് സിദ്ധാർത്ഥൻ സാറിനെ കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മാധവേട്ടൻ ചെല്ല്. പ്രഭാവതിയും സിദ്ധാർത്ഥൻ സാറിനെ കണ്ടേ പറ്റൂ. എന്തിന്? അവരെന്ത് പഴിച്ചു? ഇപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛാ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. വിഷമിക്കാൻ വേണ്ട. ശരി, അവരിപ്പോ എവിടെയുണ്ട്? അതറിയില്ല ചേച്ചി. പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ബാക്കി ഇനി ചേച്ചിയുടെ കയ്യില്ല. ആദ്യം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ചേച്ചി ഒന്ന് ഉറപ്പുവരുത്ത്. ശരി ഏട്ടാ. ശരി. എന്താ നല്ല ഉഗ്ര മാമ്പഴോ? പോ. എന്താ നീ ടെൻഷൻ ആവണ്ട. ഫോൺ ദേവികയുടെ. സംസാരിക്കും. ഹലോ MLA, എന്ത് പറയുന്നു? സുഖാണോ? എനിക്ക് സുഖം തന്നെയാ. നന്ദുവിന് സുഖാണോ? ഞാൻ തുറന്നു പറയാം ദേവിക. നന്ദൻ ആകെ ടെൻഷനില്ല. നന്ദൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ കണ്ടപ്പോഴും നന്ദൻ വല്ലാതിരിക്കുമായിരുന്നു. ഇന്നലെ വല്ലാതിരുന്നു. ഇന്നിപ്പോ എങ്ങനെയുണ്ട്? എന്താ ദേവിക? ഫോൺ നന്ദുവിന് കൊടുക്ക. എന്താ പറഞ്ഞത് കേട്ടില്ലേ? നന്ദു നീ ഒരുമിച്ചുണ്ടെന്ന് എനിക്കറിയാം. ഫോൺ നന്ദുവിന് കൊടുക്ക. നീ എന്താ സ്വപ്നം കണ്ടെന്തെങ്കിലും വിളിച്ചു പറയുവാണോ? ഞാൻ സ്വപ്നം കാണാത്തത് പലതും ഇപ്പൊ നടക്കുന്നേ. ബെല്ല, നീ ഇപ്പൊ എവിടെയാ? നന്ദുവിന് ഫോൺ കൊടുക്ക. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ദേവിക, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നന്ദന് ഇന്നലെ രാവിലെയോ മറ്റോ ഞാൻ കണ്ടതാ. ഞാനേ റിലേറ്റീവിന്റെ ഒരു ഫംഗ്ഷനില്ല. പിന്നെ വിളിക്കാം. ബെല്ല.